കേരള പോലീസിന്റെ മുൻ മേധാവി ടി.പി. സെൻകുമാർ തനിക്കെതിരെ മുസ്ലിം വിരോധം ആരോപിക്കുന്നവർക്ക് മറുപടിയുമായി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പ് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. താൻ സർവീസിൽ ഇരിക്കുമ്പോൾ മുസ്ലിം സഹപ്രവർത്തകരുമായും സുഹൃത്തുക്കളുമായും നല്ല ബന്ധം പുലർത്തിയിരുന്നെന്നും എന്നാൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ താൻ ഒരു ഹിന്ദുത്വവാദിയായി കണക്കാക്കപ്പെടുന്നതെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. തന്റെ ഔദ്യോഗിക ജീവിതത്തിലെ ചില അനുഭവങ്ങളെ മുൻനിർത്തിയാണ് അദ്ദേഹം ഈ വിഷയത്തെ സമീപിക്കുന്നത്. സെൻകുമാറിന്റെ നിലപാടുകളുടെ പ്രധാന കാരണം 1996 ക്രൈംബ്രാഞ്ച് DIG ആയിരിക്കുമ്പോൾ നടത്തിയ അന്വേഷണങ്ങളാണ്. ജംഇയ്യത്തുൽ ഇസ്ലാമിയ എന്ന തീവ്രവാദ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇന്ത്യ ഒരു ഇസ്ലാമിക് രാഷ്ട്രമാക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് താൻ മനസ്സിലാക്കിയെന്ന് അദ്ദേഹം പറയുന്നു. ഈ സംഘം നടത്തിയ 6 കൊലപാതകങ്ങളും മറ്റ് നിരവധി കുറ്റകൃത്യങ്ങളും അദ്ദേഹം കണ്ടെത്തി. അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. സെയ്ദ് അലി അൻവാരി എന്നയാളുടെ നേതൃത്വത്തിലുള്ള ഈ സംഘം ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതിന്റെ നടപടികൾ സ്വീകരിക്കാൻ ആഹ്വാനം ചെയ്യുന്ന രേഖകൾ തൃശൂരിലെ ഓഫീസിൽ സൂക്ഷിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി അന്യമതങ്ങളിലെ പെൺകുട്ടികളെ മതം മാറ്റി മുസ്ലിങ്ങളാക്കാനും മുസ്ലിം സ്ത്രീകളുമായി ബന്ധം പുലർത്തുന്ന അന്യമതക്കാരായ പുരുഷന്മാരെ ഇല്ലാതാക്കാനും ഇവർ തീരുമാനിച്ചിരുന്നു. മണി, താമി, രാജേഷ്, മോഹനചന്ദ്രൻ, സുനിൽകുമാർ തുടങ്ങിയവരുടെ കൊലപാതകങ്ങൾ ഇതിന്റെ ഭാഗമായിരുന്നെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ഈ കേസുകളിൽ മിക്കതിലും 2018-19 കാലഘട്ടത്തിൽ വിധി വന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ചേകന്നൂർ മൗലവി കേസ് CBIക്ക് കൈമാറിയതിനാൽ അതിലെ വിവരങ്ങൾ തങ്ങൾക്ക് നൽകാൻ മാത്രമേ സാധിച്ചുള്ളൂ എന്നും അദ്ദേഹം പറയുന്നു. ജംഇയ്യത്തുൽ ഇസ്ലാമിയയ്ക്ക് പുറമെ സിമി, നാദ, ഡിഫൻസ് ഫോഴ്സ്, NDF, ISI, PDP, PFI തുടങ്ങിയ സംഘടനകളുടെ രഹസ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചും തനിക്ക് നന്നായി അറിയാമെന്നും സെൻകുമാർ അവകാശപ്പെടുന്നു. മൂവാറ്റുപുഴയിലെ ജോസഫ് സാറിന്റെ കൈവെട്ടിയ പ്രതികളെ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പോലും ഇവർക്ക് പിന്തുണ ലഭിച്ചു. ഇവർക്ക് ഇന്ത്യൻ ദേശീയതയുടെ എതിർപ്പുണ്ടെന്നും വിദേശ തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്നും അദ്ദേഹം ആരോപിക്കുന്നു. തനിക്ക് മുസ്ലിങ്ങളോട് വ്യക്തിപരമായ വിരോധമില്ലെന്ന് സ്ഥാപിക്കാൻ സെൻകുമാർ തന്റെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ ഉദാഹരണമായി പറയുന്നുണ്ട്. കൊച്ചി പോലീസ് കമ്മീഷണറായിരുന്നപ്പോൾ മാധ്യമ പത്രത്തെ സഹായിച്ച കാര്യവും മാധ്യമം സംഘടിപ്പിച്ച നിരവധി പരിപാടികൾ പങ്കെടുത്തതും അദ്ദേഹം ഓർത്തെടുത്തു. KSRTCയിൽ തന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ജമാലുദ്ദീൻ എന്ന സുഹൃത്തുമായുള്ള ബന്ധവും അദ്ദേഹത്തിന്റെ മരണശേഷം കുടുംബത്തിന് നൽകിയ സഹായങ്ങളും അദ്ദേഹം വിശദീകരിക്കുന്നു. പത്തനംതിട്ടയിലെ ഒരു മുസ്ലിം പള്ളിയുടെ പ്രസിഡന്റായിരുന്ന മുഹമ്മദ് അലിയെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. ഇവർ ഹജ്ജിന് പോയി വരുമ്പോൾ നൽകിയ സംസം വെള്ളവും മറ്റ് സാധനങ്ങളും താൻ കഴിക്കാൻ മടിച്ചില്ലെന്നും അത് തന്റെ മതവിശ്വാസത്തിനെതിരല്ലെന്നും സെൻകുമാർ വ്യക്തമാക്കുന്നു. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തനിക്ക് കീഴിൽ ജോലി ചെയ്തവരിൽ ഏറ്റവും മിടുക്കരായ ഓഫീസർമാർ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവരായിരുന്നുവെന്നും അവർക്ക് പോലീസ് മെഡലുകൾ ലഭ്യമാക്കാൻ താൻ സന്തോഷത്തോടെ മുൻകൈ എടുത്തെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ഉദാഹരണങ്ങളിലൂടെ തനിക്ക് വ്യക്തിപരമായി മുസ്ലിം സമൂഹത്തോട് ഒരു വിദ്വേഷവും ഇല്ലെന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു. മതവിഭാഗത്തോടുള്ള വിദ്വേഷം കാരണമല്ല, മറിച്ച് രാഷ്ട്രത്തിന്റെ ഭദ്രതയ്ക്കും അഖണ്ഡതയ്ക്കും എതിരായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗത്തോടുള്ള നിലപാടാണ് തന്റെ ഇപ്പോഴത്തെ വിശേഷണങ്ങൾക്ക് കാരണമെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. ഇന്ത്യ ഒരു ഇസ്ലാമിക് രാഷ്ട്രമാക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ നടക്കുന്നതായി താൻ മനസ്സിലാക്കിയെന്നും അദ്ദേഹം പറയുന്നു. ഇതിന്റെ ഭാഗമായി ജനസംഖ്യ വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും ഇത് രാജ്യത്തിന്റെ ജനാധിപത്യപരമായ ഘടനയെ ബാധിക്കുമെന്നും അദ്ദേഹം വാദിക്കുന്നുണ്ട്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജനസംഖ്യാ നിയന്ത്രണം പാലിക്കുമ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തിൽ ജനസംഖ്യ വർദ്ധിക്കുന്നത് ആശങ്കയുണ്ടാക്കുന്നു. ഈ വിഷയത്തിൽ രാഷ്ട്രീയപരമായ നിരീക്ഷണം നടത്താൻ സെൻകുമാർ തയ്യാറാകുന്നു. തന്റെ നിലപാടുകൾക്ക് ആധാരമായ മതപരമായ അറിവുകളാണെന്നും സെൻകുമാർ പറയുന്നുണ്ട്. ഹൈന്ദവ ഗ്രന്ഥങ്ങളായ ഋഗ്വേദം, സ്കന്ദപുരാണം എന്നിവയെക്കുറിച്ചും അദ്ദേഹം പരാമർശിക്കുന്നു. ഏകം സത് വിപ്ര ബഹുധ വന്തതി എന്ന ദർശനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് സത്യം ഒന്നേ ഉള്ളുവെന്നും അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുവെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. സനാതനധർമ്മം കലാകാലങ്ങളിൽ ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നും ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ തുടങ്ങിയവർ ദുരാചാരങ്ങളെ മാറ്റി നിർത്തി മതത്തെ നവീകരിച്ചുവെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം ഖുർആൻ വായിച്ചിട്ടുണ്ടെന്നും അതിലെ 200-ലധികം ആയത്തുകൾ തനിക്ക് ഭയം ഉളവാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സെമറ്റിക് മതങ്ങളും സനാതന ധർമ്മവും തമ്മിലുള്ള വ്യത്യാസങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. സനാതന ധർമ്മത്തിൽ സൃഷ്ടിയും സൃഷ്ടാവും ഒന്നാണെന്നും എന്നാൽ സെമറ്റിക് മതങ്ങളിൽ ഇത് യജമാന ദാസ ബന്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ടാണ് സനാതന ധർമ്മം കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നത്, എന്നാൽ സെമറ്റിക് മതങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവാത്തതെന്നും അദ്ദേഹം വാദിക്കുന്നു. ദാരിദ്ര്യം മുതലെടുത്ത് നടത്തുന്ന മതപരിവർത്തനങ്ങളെയും ലവ് ജിഹാദ്, കൺവെൻഷൻ ജിഹാദ് എന്നിവരെയും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. ഇത് ശരിയായ നടപടിയല്ലെന്നും അദ്ദേഹം പറയുന്നു. ദളിത് ക്രിസ്ത്യാനികൾക്ക് സംവരണം ലഭിക്കാത്തതും ക്രിസ്ത്യാനികളായ ചിലർ രേഖകളിൽ ഹിന്ദുക്കളായി തുടരുന്നതും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഒരു രാഷ്ട്രത്തെ മറ്റൊരു രാഷ്ട്രമായി മാറ്റാനോ അതിനെ വിഘടിപ്പിക്കാനോ ശ്രമിക്കുന്ന വിഭാഗങ്ങളോട് തനിക്ക് സന്ധി ചെയ്യാനാവില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. തന്റെ നിലപാടുകൾ ആരെങ്കിലും പ്രീണിപ്പിക്കാനല്ലെന്നും മറിച്ച് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.